എന്താ ഇത്? ഒരു സാധനം കഴിച്ചിട്ടില്ല. കുറച്ച് മോരും കൂട്ടി കഴിക്കും. സ്കൂളിൽ കൊണ്ടുപോയി അപ്പടി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മതി മതി, ധാരാളം മതി. ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മേ, എനിക്ക് വിരിച്ചതാ. വേണ്ട, എന്താ വെച്ചാ എടുത്തോളണം. ഞാനിവിടെ നിന്നുണ്ടെന്ന് ഒരു ന്യൂസ് ആവും നാളെ. സ്കൂളിന്റെ പങ്കുവെച്ചുകൊടുത്തുള്ള വ്യവസ്ഥകൾ അറിയാൻ പലരും ചോദിക്കുന്നുണ്ട് എന്നോട്. പറയുന്നവര് പറയട്ടെ. ഓടി ഓടി തളർന്നപ്പോൾ ഒരു താവളം കാണാൻ തുടങ്ങിയ സമാധാനം ഉണ്ടിപ്പോൾ. ആളുകളുടെ നാവടയും കിടക്കില്ല, കൂടുതൽ കേൾക്കേണ്ടി വരും. ഞാൻ വളച്ചു കിട്ടാതെ ഞാൻ നേരെ പറയട്ടെ. ഞാൻ സ്വതന്ത്രനാണ്, അവിവാഹിതൻ. അരിയെ വിഷമിപ്പിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പു തരും. അത്ര പറഞ്ഞാൽ മതിയല്ലോ. തീരുമാനിക്കേണ്ട സുനന്ദയാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴല്ല, വളരെ വളരെ മുമ്പ്. സർ, ചെയ്തിടത്തോളം സഹായത്തിന് തന്നെ നന്ദി, കടപ്പാട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ മനസ്സിലുള്ളതിന്റെ ഒരംശം കൂടി വരില്ല. പക്ഷെ മാസ്റ്റർ കൂടുതൽ എന്തൊക്കെയോ അർഹിക്കുന്നുണ്ട്. പ്രാരാബ്ധങ്ങളൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി മതിയല്ലോ മാസ്റ്റർക്ക്. ഒരു തീപ്പൊരു കെടാതെ മനസ്സിൽ കിടന്നു. അതിപ്പോ വീണ്ടും ഉണർന്നു. എവിടെയോ വെച്ച് വഴി പിരിഞ്ഞു പോയവരാണത്രേ നമ്മൾ. പക്ഷേ വീണ്ടും കണ്ടുമുട്ടാൻ അനുവദിക്കപ്പെട്ടവർ. ശരിയല്ലേ? തെറ്റാണോ ഇതെന്നറിയില്ല. ഈശ്വരന്മാരെ, അവർ നിശ്ചയിച്ചതാവണം. ഈ വാടക വീടിന്റെ മുറ്റത്ത് ഞാൻ എത്തിപ്പെട്ട നിമിഷം. ടെക്സ്റ്റ് ബുക്ക് കടം വാങ്ങുമ്പോ മനഃപൂർവ്വം കൈതൊടുന്ന് അറിയാമായിരുന്നു. അന്ന് ഫാഷനിലൊക്കെ കമ്പായിരുന്നു മാസ്റ്റർക്ക്. ഇളം നീല ടീഷർട്ടാണ് നടക്കാനിറങ്ങുമ്പോൾ, അല്ലേ? എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഞാനിപ്പോ മുറ്റത്തിറങ്ങി നിൽക്കും. എനിക്ക് വെള്ളം കുടിക്കണം. ഞാൻ ഇറങ്ങുന്നു. വാതിലടച്ചോളൂ. പിന്നെ ധൃതിയില്ല, സ്കൂൾ തിരക്ക് കഴിയട്ടെ. പറയണ്ട, പറയാതെ അറിയാം. 12 കൊല്ലം കാത്തവന് ഇനിയും ക്ഷമിച്ചൂടെ എന്നല്ലേ ഇപ്പൊ പറയാമെന്നത്. I'll wait. എന്താ, ഉറക്കം വരുന്നില്ലേ? നിനക്കെന്താ എപ്പോഴും ഒരു ദേഷ്യം? മാസ്റ്റർ കൊണ്ടുവന്ന് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, രാവിലെ തരാം. വേണ്ട. മാഷ് വിളിക്കുമ്പം നീ എന്താ അടുത്ത് പോവാത്തത്? അമ്മയ്ക്ക് സ്കൂൾ ഉണ്ടാക്കി തന്നത് മാഷല്ലേ? നമുക്ക് ആരാ ഉള്ളത് മാഷല്ലാതെ? കുറച്ചു ദിവസം കഴിഞ്ഞ് മാഷിവിടെ താമസിക്കാൻ വരും. അപ്പോഴോ? എന്തിനാ? അത് മാഷിവിടെ ഉണ്ടായാൽ നല്ലതല്ലേ? നമുക്ക് ആരുമില്ലല്ലോ. മോൻ ഇഷ്ടമല്ലേ? മാഷ വേണ്ട. നിനക്കെന്താ വെറുതെ ഒരു ദേഷ്യം? ആരും വേണ്ട, എനിക്ക് മാഷ വേണ്ട. വേണ്ട, അതിന് ബഹളം കൂട്ടണ്ട. കിടന്നോ. അമ്മ വെറുതെ പറഞ്ഞല്ലേ. ഉറങ്ങിക്കോ. വേണ്ട, ആരും വേണ്ട. എനിക്ക് മാഷ വേണ്ട. മാഷ വേണ്ട.
ആന്റി ഇല്ലാത്തപ്പോ ക്ലാസ് ഞാനാ മൈൻഡ് ചെയ്യാ. ഡോണ്ട് ടോക്ക് എന്ന് പറഞ്ഞ് പിന്നെയും സംസാരിച്ചാ ഞാൻ പേര് നോട്ട് ചെയ്യും. ഹരിയുടെ ക്ലാസ്സിൽ ആരാ ക്യാപ്റ്റൻ? അച്ഛൻ എനിക്ക് ചെറിയൊരു വാച്ച് വാങ്ങി തരും, നടക്കുന്ന വാച്ച്. അപ്പൊ നടക്കാത്ത വാച്ച് ഹരിക്ക് തരേ. പോടാ. ഹരിമോനെ, അമ്മ വിളിക്കേ. ഇന്ന് 12 മണി വരെ ബാങ്കുള്ളൂ. മറന്നിട്ടില്ല, വരുമ്പോ കൊണ്ടുവരാം. ഹരി, അമ്മ വേഗം വരാട്ടോ. ആ, മോന്റെ പിറന്നാളാന്നല്ലേ? നന്നായി വരട്ടെ. പിറന്നാളുകാരൻ എന്നെ ക്ഷണിച്ചില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. വാങ്ങിക്കേ. സദ്യയൊക്കെ കേമാക്കാൻ പറയണം അമ്മയുടെ അടുത്ത്. അമ്പലത്തിലൊരു പായസം കഴിച്ചു, വേറെന്ത് സദ്യ? എന്റെ കുട്ടിക്ക് ഒരു പിറന്നാളിന് ഒരു സമ്മാനം കിട്ടുന്ന ആദ്യമായിട്ടാ. ഇത് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അടുത്ത മാസത്തിലെ തിരുവോണം അതെനിക്ക് മുമ്പേ ഓർമ്മയുണ്ട്. ബന്ധുക്കൾ വരൽ, കൂടിയാലോചനകൾ, ഇതൊന്നും വേണ്ടല്ലോ നമുക്ക് രണ്ടുപേർക്കും. ഭാഗ്യം. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആലോചിക്കട്ടെ. ഇനിയും എന്താ ആലോചന? ഓ, അത് ശരി, ഞാനത് മറന്നു. ഒറ്റ വീർപ്പിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ മറുപക്ഷത്ത് നിന്ന് അനുകൂലമായൊരു മറുപടി ലഭിച്ചില്ലല്ലോ. ടേക്ക് യുവർ ഓൺ ടൈം. ആ, ഞാൻ ഈ വഴിക്കാം. വൈകിട്ട് വരാം. സ്വല്പം പായസം എനിക്കും വെച്ചേക്കണം. ഹരിമോനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. വരട്ടെ. വാ. പിറന്നാളായിട്ട് ചങ്ങായിക്ക് എന്താ കൊടുത്തത്? പായസം. പുതിയ കുപ്പായൊന്നും വാങ്ങി തന്നില്ലേ അമ്മ? മാഷ് കൊടുത്തല്ലോ, റെഡിമെയ്ഡ്, ലൈറ്റ് ബ്ലൂ. പിന്നെ മാഷ് കൊടുക്കണ്ടേ? എന്നാ കല്യാണം? തെറ്റൊന്നുമില്ല, രണ്ടാൾക്കും ശമ്പളം, സുഖമായിട്ടിരിക്കാലോ. പിന്നെ മോൻ എന്താ വിഷമം? കാർത്തേനെ മസലായിട്ട് നോക്കില്ലേ? അമ്മയ്ക്ക് ചെറുപ്പല്ലേ, കല്യാണം കഴിച്ചാൽ എന്താ? ആരുടെ കല്യാണക്കാരി ഈ പറയുന്നത് കാർത്തിയാനിയമ്മ? ഈ കുട്ടിയുടെ അമ്മയും ആ മുരളി മാഷും തമ്മിലുള്ള ആ, അതൊക്കെ പറയല്ലേ. ആദ്യം എല്ലാവരും അങ്ങനെയൊക്കെയാ പറയുക. അതില് മക്കളും കുട്ടികളും ഒക്കെ ആവുമ്പോ തന്തയില്ലാത്ത കുട്ടിയുടെ കാര്യങ്ങൾ മറക്കും. നമ്മൾ കാണുന്നതല്ലേ. കാർത്തേനമ്മേ, ആ പാല് പാല്. ഹരി, വേഗം വാ, നിന്നെ പുറപ്പെടുവിച്ചു തരാം. എനിക്ക് പോറായി. ജയക്കുട്ടൻ പോയില്ലേ? അവന്റെ അമ്മയുടെ വക ചീത്ത നിനക്കാവും. നന്നായിട്ടില്ലേ? നിനക്കിഷ്ടമായോ മാസ്റ്റർ വാങ്ങിച്ചു തന്നത്? ഇട്ടു നോക്ക്. മാഷ് എത്ര നല്ല ആളാ അല്ലേ? ഹരിമോന്റെ പിറന്നാളിന്റെ കാര്യം മുൻപ് എപ്പോഴോ പറഞ്ഞതാ. ഓർമ്മ വെച്ച് മോന് കൊണ്ടും തന്നില്ലേ? മാസ്റ്റർ ഒരാളെ നമുക്കുള്ളൂ. അമ്മയൊരു സ്വകാര്യം പറയട്ടെ. ഓണക്കാലായാൽ മാഷ് നമ്മുടെ കൂടെ താമസിക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ മോൻ എന്തൊക്കെ കിട്ടും? മാഷ് വേണ്ട. വെറുതെ മോന്റെ മകനെ മെറുപ്പിച്ച് തോന്നിയത് പറഞ്ഞാലുണ്ടല്ലോ. ആ, മാഷ് നല്ല ആളല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? മാഷ് വേണ്ട, മാഷ് വേണ്ട. അടിക്കില്ല അമ്മ, അമ്മനെ അടിക്കില്ല അമ്മ. മാഷ് വരണ്ട, മാഷ് വരണ്ട.
ലീവ് കഴിഞ്ഞു. ഇനി നീട്ടണോ അത് ജോയിൻ ചെയ്യണോ എന്നുള്ള ഷൽഗവ്യത്തെയാണ് ഞാൻ. ഇവിടെ ഇനി പ്രോബ്ലം ഒന്നുമില്ല. അതറിയാം. ചെലവിനുള്ള കാശ് തന്നാൽ രാജിവെച്ച് ഞാനിവിടെ കണക്കെഴുത്തോ അറ്റൻഡറോ ഒക്കെ ആയിട്ട് കൂടിക്കൊള്ളാം. വിഷപ്പല്ല് മുളയ്ക്കാൻ തുടങ്ങാത്ത പ്രായക്കാരോട് ഡീൽ ചെയ്യാൻ ഒരു സുഖമാണ്. ഇത് ആ വകുപ്പാണല്ലോ. അമ്പലമുറ്റത്ത് കളിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ദൈവം പൂജാരിയെ മറക്കുന്നു എന്ന് ടാഗോറിന്റെ ഒരു കവിതയിലുണ്ട്. എന്റെ സ്കൂളിലെ പിള്ളേരാണെങ്കിൽ ദൈവത്തെ കല്ലെറിഞ്ഞൊടിക്കും. ആ സൈസ. ഇനി നമുക്ക് നമ്മുടെ പ്ലാനിങ് തുടങ്ങാം. ആളാരാ എന്താണെന്നൊന്നും അറിയിക്കാതെ പഴയ സഹപ്രവർത്തകർ ചിലർക്ക് എഴുതിയിട്ടുണ്ട്. കുറച്ചുപേരെ വിളിക്കേണ്ടി വരും. വളരെ കുറച്ചുപേർ, ക്ലോസ് ഫ്രണ്ട്സ്. എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഒന്നുമില്ല. എന്താണെങ്കിലും പറയൂ. പറയൂ, എന്തായാലും തുറന്നു പറഞ്ഞോളൂ. എനിക്ക് പറയൂ. നില കിട്ടാതെ നീങ്ങിയിരുന്ന എനിക്ക് ഒരു പിടിവള്ളി എറിഞ്ഞെന്നത് മാസ്റ്ററാണ്. എന്നും എനിക്ക് സഹായമായിട്ടുണ്ടാവണം. ഉണ്ടാവുമെന്നറിയാം. പക്ഷേ അതിലേറെ ഒന്നും വേണ്ട, ഒന്നും പാടില്ല. എന്നും ഞാൻ കടപ്പെട്ടവളാണ്. വേറൊന്നും പ്രതീക്ഷിക്കരുത്. സുനന്ദ പറയുന്നത് ഹരിക്കിഷ്ടമല്ല. ചിലത് മോഹിച്ചതും എന്തൊക്കെയോ സങ്കല്പിച്ചതും എന്റെ തെറ്റ്. ഹരി അവൻ കൊച്ചുകുട്ടിയല്ലേ, അവനാണോ തീരുമാനിക്കേണ്ടത്? 7 വയസ്സായ അവന്റെ മുമ്പിൽ ഞാൻ ചൂളിപ്പോകുന്നു. അവൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബന്ധം വയ്യ. ലീവ് നീട്ടുന്നില്ല. ഇതാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. സ്കൂൾ ഉണ്ടാക്കുന്ന തിരക്കൊക്കെ കഴിഞ്ഞോ? എന്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു ഒരുവിധം.